ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. സോ നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അതിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേഷൻസ് ഉണ്ട് അല്ലെ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പ്രൊപ്പഗേഷൻ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഈ that is EBK form. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, B മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആൻഡ് K പ്രൊപ്പഗേഷൻ വെക്ടർ, that is propagation constant. അപ്പോൾ ഈ ത്രീ വെക്ടേഴ്സ് ഫോം റൈറ്റ് ഹാൻഡ് ട്രിപ്ലറ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ എനർജി സ്റ്റോർഡ്, അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രൊപ്പഗേഷൻ ആണ്. സോ ദിസ് ടു കമ്പോണൻസിന്റെയും എനർജി ഉണ്ടാവില്ലേ അതിൽ. സോ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി ഇലക്ട്രോഡൈനാമിക്സ് 1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു that can be represented as UE, that is equal to epsilon 0 divided by 2 into integral of volume integral of E square d tau. Okay, so corresponding energy density, that is energy per volume, that is equal to energy density, that will be equal to UE is equal to 1 by 2 epsilon 0 E square എന്ന് നമുക്ക് കിട്ടും. Similarly, ഇവിടെ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു UB ഈക്വൽ ടു 1 by 2 mu 0 into integral of B square d tau. സോ ഇത് നമ്മൾ ഓൾറെഡി മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ്. നൗ കറസ്പോണ്ടിങ് എനർജി ഡെൻസിറ്റി, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UB is equal to B square divided by 2 mu 0 എന്ന് വരും. സിമിലർ ഇവിടെ നമുക്ക് കിട്ടി 1 by 2 epsilon 0 E square, ആൻഡ് ഇവിടെ നമുക്ക് B square divided by 2 mu 0. Now total energy of EM field, നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു UE plus UB ആയിരിക്കും അല്ലെ. സോ UE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി, എനർജി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്, എനർജി സ്റ്റോർഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ദിസ് UB റെപ്രസെന്റ് ചെയ്യുന്നത് എനർജി സ്റ്റോർഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇതിന്റെ രണ്ടിനെയും സം ചെയ്ത് കഴിഞ്ഞാലാണ് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി കിട്ടുക. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ ടൗ പ്ലസ് 1 by 2 mu 0 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ബി സ്ക്വയർ ഡി ടൗ എന്ന് വരും. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടു റിലേഷൻസിനെ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി ഡെൻസിറ്റി കിട്ടും. സോ U is equal to UE plus UB, that is equal to 1 by 2 epsilon 0 E square plus B square divided by 2 mu 0. Now നമുക്കറിയാം E by C equal to B ആണ് അല്ലെ. നമ്മൾ E by C, that is E electric field divided by velocity of light will give magnetic field, right? So this relation നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this term 1 by 2 epsilon 0 E square, then ഇവിടെ B square നമ്മൾ E by C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E square divided by C square into 2 mu 0 എന്ന് വരും. So this is equal to 1 by 2 epsilon 0 E square divided by E square divided by 2 into the C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് in terms of mu 0 epsilon 0 ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ we will get E square divided by 2 into mu 0 epsilon 0 divided by mu 0. So this is equal to 1 by 2 epsilon 0 E square plus 1 by 2 epsilon 0 E square, that is equal to epsilon 0 E square എന്ന് വരും. That is എന്താണിത്, ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, that is equal to epsilon 0 E square, right? Now നമുക്കറിയാം, let us take ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷനിലാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവില് ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ, സോ EX component of electric field along x EX is equal to E0 into sin kx minus omega t plus delta എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മാഗ്നിറ്റ്യൂഡ്, K വേവ് വെക്ടർ,
and z represent ചെയ്യുന്ന propagation direction ആണ്. along z directionലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് propagate ചെയ്യുന്നത്. and omega angular frequency, delta initial phase ആണ് അല്ലേ. so this relation നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ഇ സീറോ സ്ക്വയർ അല്ലെ സൈൻ സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് യു energy density. Now, what's average value over a complete cycle? So, the average value of energy density നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആവറേജ് എടുത്താൽ മതി അല്ലേ. സോ നമുക്ക് കിട്ടുക average energy density is equal to epsilon 0 e square into average of sin square അല്ലേ, sin square kz minus omega t plus delta. So sin theta യുടെ ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് 1/2 ആണ്. സോ നമുക്ക് കിട്ടും യു ഇവിടെ നമുക്ക് കിട്ടുക ഇത് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 1/2 കിട്ടും. സോ യു മോഡ് ദിസ് ആവറേജ് വാല്യൂ ഓഫ് യു ഇസ് ഈക്വൽ ടു 1/2 epsilon 0 e square എന്ന് വരും. 1/2 epsilon 0 e square. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ epsilon 0 e square ആണ്. ആവറേജ് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 epsilon 0 e square എന്ന് വരും. ഓക്കെ ഓക്കെ നൗ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിന്റിംഗ് വെക്ടർ ആണ്. ഓക്കെ, പോയിന്റിംഗ് വെക്ടർ എന്താണ്? പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമുക്കറിയാം റേറ്റ് ഓഫ് എനർജി ട്രാൻസ്മിഷൻ across unit area perpendicular to the direction of propagation is represented by a vector n. It is called a Poynting vector. So energy transfer rate. So ഇവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനോട് കൂടെ തന്നെ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യും, എനർജി ട്രാൻസ്ഫർ നടക്കും. ഫ്രം വൺ പ്ലേസ് ടു മീഡിയത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫറും കൂടെ നടക്കും. ഒരു വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. സോ അങ്ങനെ ഉള്ള ഒരു വേവിന്റെ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്മിഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റിംഗ് വെക്ടർ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ കേസിൽ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്മിഷൻ എത്ര എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ദിസ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ അക്രോസ് യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് യൂണിറ്റ് ഏരിയയിലൂടെ എത്രമാത്രം എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ആണ്. അതിന് നമ്മൾ വെക്ടറാണ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ദിസ് എൻ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, വെക്ടർ എൻ. ഓക്കെ, സോ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്മിഷൻ അക്രോസ് യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അതാണ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ ഒരു പോയിന്റിംഗ് വെക്ടറിന് നമ്മൾ റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ എ സ്മോൾ വോളിയം എലമെന്റ് വിത്ത് സൈഡ്സ് dx dy dz. ഇതാണ് നമ്മുടെ വോളിയം എലമെന്റ്. ഇതിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡും dx dy dz ആണ് അല്ലെ. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. z ആക്സിസ് ഈ ഡയറക്ഷനുള്ളത്, y along this direction and x axis along this direction. സോ അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് dz ആയിരിക്കും, and this one dy, right, and this one this length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx ആയിരിക്കും. ഓക്കെ, dx. Now assume electromagnetic propagate along z direction. Z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അല്ലേ, നമ്മൾ z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ഈ ഡൗൺ ഏരിയയിൽ ഇവിടെയുള്ള ദിസ് യൂണിറ്റ് ദിസ് പോയിന്റ് വെക്ടർ ആണ് nz അല്ലേ. ഈ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ യൂണിറ്റ് അല്ലേ. ഇവിടെ എനർജി ട്രാൻസ്മിഷൻ അക്രോസ് യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. സോ ഈ ഏരിയയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എനർജിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഏരിയ ആൻഡ് ദിസ് ഏരിയ, അപ്പർ ഏരിയ, ദിസ് ഏരിയ. അപ്പോൾ ഇവിടെയുള്ള പോയിന്റിംഗ് വെക്ടറിന്റെ വാല്യൂ ആണ് nz, ആൻഡ് ഇവിടെയുള്ളതാണ് nz പ്ലസ് അല്ലെ. ഈ ഡയറക്ഷനാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്, അതിന്റെ പെർപെൻഡിക്കുലർ ഏരിയ ആണിത്. ഓക്കെ,
So nz plus dnz divided by dz into dou z, dnz divided by dou z into dz. Okay. Now assume the propagation along z direction, then rate of change of energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് in terms of Poynting vector, that is dou u by dou t ആണല്ലേ. if energy നമ്മൾ energy density u ആണെന്നുണ്ടെങ്കിൽ dou u by dou t represent ചെയ്യുന്ന rate of change of energy density ആണ് അല്ലേ. so rate of change of energy, that is equal to minus n into integral of n dot ds. okay. so n represent ചെയ്യുന്ന Poynting vector ആണ്. Poynting vector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ energy transfer perpendicular to the direction of per unit area perpendicular to the direction of propagation ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, dou u by dou t is equal to minus into integral of n dot ds എന്ന് represent ചെയ്യും കൊടുക്കാം. സോ what is ds? ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ ഏരിയ എലമെന്റ് ആണ് അല്ലേ. ഏരിയ എലമെന്റ് perpendicular to the direction of propagation. so n dot ds. now what is u dot integral u dot ds is equal to n dot ds is equal to എന്ത് കിട്ടും നമുക്ക്, integral of nz. ഈ കേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ for this ഇവിടെ ഉള്ളത് നമുക്ക് nz ആണ്, nz dsz. okay. so this is equal to nz at z plus dz minus nz at z into dx dy. okay. so ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഏരിയയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന Poynting vector അല്ലേ, ആൻഡ് ദിസ് ഏരിയ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന Poynting vector. സോ അതാണ് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നത്. സോ nz z plus dz minus nz at z into dx dy. okay. dx dy, that is dsz, perpendicular area element. now this is equal to nz plus ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, nz പ്ലസ് ഡോ എൻ അല്ലെ. മുകളിലുള്ള ആ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് പാരാമീറ്റർ അല്ലെ. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nz പ്ലസ് ഡോ nz ഡിവൈഡ് ബൈ ഡോ z ഇൻറ്റു dz മൈനസ് ദിസ് വൺ nz ഇൻറ്റു dx dy അല്ലെ. സെഡിലുള്ള സെഡിലും z പ്ലസ് dz ഉണ്ടാകുന്ന Poynting vectorന്റെ വാല്യൂസ് ആണ് അല്ലെ. okay. so nz plus dou nz divided by dou z into dz minus nz into dx dy. so integral n dot ds is equal to the ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും nz ക്യാൻസൽ ചെയ്യും. സോ ഇവിടെ നമുക്ക് കിട്ടുക dou nz by dou z into dz dx dy എന്ന് കിട്ടും. okay. now u is equal to നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. യുടെ വാല്യൂ അല്ലേ, വാട്ട് ഇസ് യു is equal to 1/2 epsilon 0 e0 square plus b0 square divided by 2 mu 0 dx dy dz ആണ് അല്ലേ. നമ്മൾ ലാസ്റ്റ് കാൽക്കുലേഷനിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. so dou u by dou t എന്ത് കിട്ടും നമുക്ക്, ഫൈനലി dou u by dou t is equal to epsilon 0 ex dou ex divided by dou t അല്ലേ. യുടെ വാല്യൂ അതാണെന്നുണ്ടെങ്കിൽ dou u by dou t is equal to epsilon 0 ex into dou ex divided by dou t plus by divided by mu 0 into dou by dou t into dx dy dz എന്ന് വരും. so dou u by dou t is equal to 1 by mu 0 നമ്മൾ mu 0 കോമൺ ആയിട്ട് ഔട്ട്സൈഡിൽ എടുക്കുകയാണെങ്കിൽ 1 by mu 0 into this mu 0 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. mu 0 epsilon 0 ex dou ex divided by dou t plus by into dou by dou t dx dy dz. now dou by dou t is equal to minus of dou ex divided by dou z ആണ് അല്ലേ. so dou u by dou t is equal to 1 by mu 0 into എന്ത് വരും, by this by dou ex divided by dou z, right?
this equal to this. So dou ex divided by dou z plus mu 0 epsilon 0 ex into dou ex divided by dou t into dx dy dz. Now we can substitute ex. Ex is equal to e0 sin kz minus omega t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് dou ex divided by dou t is equal to minus omega e0 cos kz minus omega t എന്ന് വരും. Similarly by equal to b0 sin kz minus omega t എന്ന് നമ്മൾ assume ചെയ്തു കഴിഞ്ഞാൽ dou by divided by dou t is equal to dou by divided by dou z is equal to um, k b0 into cos k x minus omega t kx minus kz minus omega t എന്ന് വരും. Okay. Now from this relation from 1 and 2 നമുക്ക് എന്ത് പറയാൻ പറ്റും dou ex divided by dou t is equal to minus c square into dou by dou z. Okay. Now this dou u by dou t is equal to എന്ത് വരും നമുക്ക് dou u by dou t from ഈ റിലേഷനിൽ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ദിസ് വാല്യൂസ് എല്ലാം നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ dou u by dou t is equal to minus 1 by mu 0 into by dou ex divided by dou z plus ex into dou by dou z into dx dy dz എന്ന് വരും. So this is equal to dou u by dou t is equal to minus 1 by mu 0 dou by dou z of this is equal to ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dou by dou z of ex by into dx dy dz. So minus dou u just minus multiply ചെയ്ത് കഴിഞ്ഞാൽ minus dou u by dou t is equal to this minus minus plus ആവും 1 by mu 0 into dou by dou z of ex by dx dy by dx dy dz എന്ന്. So comparing with this relation previous relation ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ dou nz divided by dou z is equal to 1 by mu 0 എന്ത് വരും 1 by mu 0 dou by dou z of ex by എന്ന് വരും. So integrating ഇതിനെ integrate ചെയ്ത് കഴിഞ്ഞാൽ nz is equal to എന്ത് വരും nz is equal to 1 by mu 0 ex by എന്ന് വരും. Okay. So this nz ആണ് nz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z component of n അല്ലേ z component of this pointing vector. Now this ഇവിടെ x component ഉണ്ടാവും y component ഉണ്ടാവും അല്ലേ അതിനും ഇതുപോലെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. സോ അപ്പോൾ നമുക്ക് ഇൻ ജനറൽ ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം n പോയിന്റിംഗ് വെക്ടർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be equal to 1 by mu 0 into e cross b ആയിരിക്കും e cross b. സോ z കമ്പോണന്റ് ആണത് ex by എന്ന് വന്നത് നമുക്ക് സിമിലർലി എന്ത് വരും nx will be equal to 1 by mu 0 ey bz. ഓക്കെ അങ്ങനെ എല്ലാ കമ്പോണന്റും നമുക്ക് ഉണ്ടാവും. സോ അങ്ങനെ എല്ലാം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും nx പോയിന്റ് വെക്ടർ n is equal to 1 by mu 0 e cross b എന്ന് കിട്ടും. ഓക്കെ. സോ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലേ. പോയിന്റിംഗ് വെക്ടർ നമുക്കറിയാം പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ആണ് അല്ലേ എനർജിയുടെ ട്രാൻസ്ഫറിന്റെ ഡയറക്ഷൻ ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് അല്ലേ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. നൗ ദിസ് പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക പോയിന്റിംഗ് വെക്ടർ ഏത് ഡയറക്ഷനിലാണ് പോയിന്റ് അതിന്റെ ഡയറക്ഷൻ ഇതെന്ന് ഈ അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ നമുക്ക് മനസ്സിലാകുന്നത് ഇ ക്രോസ് ബിയുടെ ഡയറക്ഷനിലായിരിക്കും അല്ലെ എൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇ ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ്. സോ ഇ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബോത്ത് ഇ ആൻഡ് ബി റൈറ്റ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇ ബി കെ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ പ്രൊപ്പഗേഷൻ എന്റെ സെയിം ഡയറക്ഷനിൽ കെയുടെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഏതുണ്ടാവുക ഇവിടെ പോയിന്റിംഗ് വെക്ടറിന്റെയും ഡയറക്ഷൻ ഉണ്ടാവുക. എന്നിന്റെ ഡയറക്ഷനും കെ പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും അല്ലേ. സോ ഫോർ എ കൺവെൻഷണൽ മീഡിയം കൺവെൻഷണൽ പോസിറ്റീവ് ഇൻഡെക്സ് മീഡിയത്തിന് ദിസ് എന്നും
കെയും സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ.